ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലായിടം മഴയൊക്കെ തുടങ്ങിയോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാരണം ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളപ്പം തയ്യാറാക്കുന്ന രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കുമ്പളപ്പം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഒരുപാട് ആളുകൾക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ഈ പടിഞ്ഞാറൻ നാടുകളിൽ വയണയില കുമ്പളപ്പം ഉണ്ടാക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വയണയിലയാണ്. ഇതാണ് വയണയില. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന വയണയിലയ്ക്ക് വീതി കുറവാണ്. അപ്പം അതിനകത്ത് വെച്ചുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണിത്. കിഴക്കൻ മേഖലയിലും വടക്കൻ മേഖലയിലുമാണ് ഈ വയണയില ധാരാളമായി ലഭിക്കുന്നത്. ഇന്നലെ എൻ്റെ മോൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന രീതി അറിയാൻ വയ്യാത്തവരോടൊന്ന് കണ്ടോട്ടെന്ന് കരുതി ഞാൻ അത് വീഡിയോ പിടിക്കുകയാണ്. ഇനി നമുക്ക് അതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ 250 ml ഗ്ലാസ്സിന് ഒരു 2.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു 400 ഗ്രാമിൻ്റെ ഒരു ഉണ്ടയാണ്. ഇത് പൊട്ടിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പാവ് കാച്ചി ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതെൻ്റെ ചക്കപ്പഴം. ഇപ്പൊ ചക്കയുടെ സീസൺ ആണല്ലോ. അപ്പൊ ചക്കപ്പഴം കൂടെ ചേർത്താൽ ഇതിന് നല്ല മയവും ടേസ്റ്റും കിട്ടും. അതിനായിട്ട് ഞാൻ കുറച്ച് വരിക്ക ചക്കപ്പഴം എടുത്ത് കുരു കളഞ്ഞ് കീറി വെച്ചിരിക്കാൻ. ഇത് 2ആയിട്ടോ 3ആയിട്ടോ മുറിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്ന് ഇതിനകത്ത് ചേർക്കണം. പിന്നെ ഒരു മുറി തേങ്ങ, ചെറിയൊരു തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട്. വേണ്ട, ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 6-7 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്കിതിനകത്ത് ചേർത്ത് അരച്ച് കൊടുക്കണം. ഇതൊക്കെ ചേർക്കുന്നത് ഓപ്ഷനിലാണ്. ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ കൂട്ടുകളെല്ലാം ചേർക്കാൻ. അല്ലെങ്കിൽ ഉപ്പ് ഇട്ട ഭാഗത്ത് ചിലപ്പം പിടിച്ചിരുന്ന് ഉപ്പ് കഴിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ ചക്കയൊന്ന് കീറി അരിഞ്ഞെടുത്ത് അരയ്ക്കണം. പിന്നെ ഉണ്ടയൊന്ന് പാവ് കാച്ചണം. ഇനി അതിന് ശേഷം കാണാം. നമ്മൾ ഉണ്ട ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ പൊട്ടിച്ചപ്പോൾ ഒരുപാട് കഷ്ണങ്ങളുണ്ടായിരുന്നു. ഞാൻ 100 ഗ്രാം ഉണ്ടയങ്ങ് മാറ്റി. ചക്കപ്പഴം കൂടെ ചേർക്കുമ്പോൾ നല്ല മധുരം കാണും. അതുകൊണ്ടാണ് 100 ഗ്രാം മാറ്റിയത്. നമുക്കൊന്ന് പാവ് കാച്ചി അരിച്ചെടുക്കണം. നമ്മൾ പൊടിയിലേക്ക് തേങ്ങായും ജീരകവും ഏലക്കായും കൂടെ അരച്ച്, ഒരുപാട് അങ്ങ് അരച്ചില്ല, ചതച്ച പരുവം കഴിഞ്ഞിട്ട് ആ രീതിയിൽ ചതച്ചെടുത്ത് അരച്ച് വെച്ചിരിക്കുകയാണ്. ചക്കപ്പഴം ഒട്ടും അല്പം പോലും വെള്ളം ചേർക്കാതാണ്. ചക്കപ്പഴത്തിന് നല്ല ജലാംശം ഉണ്ടല്ലോ. അരച്ച് വെച്ചിരിക്കുകയാണ്. ശർക്കര പാനി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളിനി ഈ പൊടിയിലേക്ക് ഈ ചക്ക അരച്ച പൾപ്പൂടെ ചേർത്ത് അതിനകത്ത് ഞാൻ കുറച്ച് ഏലക്കായല്ല മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ. ഇത് ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തതെന്ന് ഉള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ചക്കയുടെ പൾപ്പൂടെ ചേർത്ത് ഈ ശർക്കര പാനിയും കൂടെ ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. കുമ്പളപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വയണയിലക്കകത്തോട്ട് ഉരുട്ടി വെക്കാം. വയണയിലക്കകത്ത് വെക്കുമ്പോൾ ഇതുപോലുള്ള ഞെടുപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ വശം ഇങ്ങനെ വളച്ചാണ് വെക്കുന്നത്, കുത്തി വെക്കാം. ആ ഞെടുപ്പില്ലെങ്കിൽ നമ്മൾ ഈർക്കിൽ വെച്ചാണ് കുത്തി വെക്കുന്നത്. അതുപോലെ ചക്കയുടെ ചേർത്ത് കുമ്പളപ്പം ഉണ്ടാക്കുമ്പം ശർക്കര ഉരുക്കുന്ന 1/2 ഗ്ലാസ് വെള്ളത്തിലേ ഉരുക്കാവും. ഇതിപ്പം വെള്ളം കൂടുതലായതുകൊണ്ട് ഞാൻ പൊടി 1.5 ഗ്ലാസ് കൂടെ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പം മൊത്തം 3.5 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. കുമ്പളപ്പം ഉണ്ടാക്കാൻ നമ്മൾ വയനയില എടുത്തിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഇങ്ങനെ അകത്തോട്ട് മടക്കണം. മടക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വേണം മാവ് ഇതിനകത്തോട്ടെടുത്ത് ഇതിനകത്തോട്ട് വെച്ച് ഒതുക്കി ഇങ്ങനെ
അതിന്റെ ഞെടുപ്പ് ഇങ്ങനെ അകത്തോട്ടാക്കി വെച്ചാൽ മതി. ഈ രീതിയിൽ നമുക്ക് കുമ്പിളപ്പം എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇഡലിക്കുട്ട അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിലേക്ക് കുമ്പിളപ്പം ഓരോന്നായിട്ട് പറക്കി വെച്ച് കൊടുക്കുക. ഒന്നിനു മേളിൽ ഒന്നായിട്ട് നമ്മൾ അമക്കി വെക്കരുത്, അപ്പോൾ വേഗം താമസം എടുക്കും. ഈ രീതിയിൽ വെക്കണം. വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കുട്ടകം ഒന്ന് തുറന്ന് ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇത് വെന്ത് വരുമ്പോൾ ഈ ഇലയുടെ മണം എല്ലാം കൂടെ നല്ല അടിപൊളി മണമാണ്. നമുക്ക് സാധാരണ കുമ്പളപ്പം അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടും. വീടുകളിൽ നമുക്ക് ഉണ്ടാക്കാം. അരി വെച്ചാന്ന് തോന്നുന്നു അമ്പലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന കുമ്പളപ്പം. വീട്ടിലും നമുക്ക് അരിപ്പൊടി വെച്ച് ഇതുപോലെ ഉണ്ടാക്കാം. ചക്കയുടെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും നല്ല മധുരവും നല്ല ടേസ്റ്റും കാണും. ഇനി നമുക്ക് ഇത് 5 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി വെച്ച് വേവിച്ച് എടുത്തിട്ട് കാണാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കുട്ടകം ഒന്ന് തുറന്ന് ഇതൊന്ന് മറിച്ച് വെക്കാം. ഒരു സൈഡ് നമ്മൾ തിരിച്ചു വെച്ചാൽ മാത്രം മതി. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കുമ്പോൾ ഇത് വെന്ത് കിട്ടും. ഈ കുമ്പളപ്പത്തിന് നമ്മൾ ചക്കപ്പഴവും കൂടെ ചേർക്കുന്നതുകൊണ്ട് നല്ല മയവും കിട്ടും. ചക്കപ്പഴം ഇല്ലാത്ത സമയത്ത് നമ്മൾ പാളാന്തോടമ്പഴം ചേർത്താൽ മതി. ഒരു 3-4 പാളാന്തോടമ്പഴം ചേർക്കാമെങ്കിൽ നല്ല മയവും കിട്ടും. മധുരം എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. കുമ്പളപ്പം വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. വെന്ത് കഴിഞ്ഞാൽ നമ്മളിത് അഴിച്ചു നോക്കുമ്പോൾ ഇലയൊന്നിങ്ങി ഇളകി പോരും. നമുക്കൊന്ന് വേണ്ട, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം വയനയിലയുടെ നല്ല മണം അടിക്കുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം പറക്കിയെടുക്കാം. ചൂടാണ്, ഇനി പറക്കിയെടുത്തതിന് ശേഷം കാണാം. നമ്മുടെ കുമ്പളപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുമ്പളപ്പത്തിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. മയമുണ്ടോ? മയമുണ്ട്. മധുരമുണ്ടോ? മധുരമുണ്ട്. ഇടയ്ക്ക് കടിക്കാൻ വല്ലതും കിട്ടുന്നുണ്ട്? ഉണ്ട്. അണ്ടിപ്പരിപ്പ്. അപ്പം എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇതുപോലെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. താങ്ക് യു.